ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ വഹബീബിനാ വഖുറത്ത അഅ്യുനിനാ മുഹമ്മദിൻ അല്ലദീ ബല്ലഗ റിസാല വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ വകശഫല്ലാഹു ബിഹിൽ ഗുമ്മ വജാഹദ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹത്താ അതാഹുൽ യഖീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. يوصيكم الله في أولادكم للذكر مثل حظ الأنثيين فإن كن نساء فوق اثنتين فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين. آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 9-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളിലായി അനന്തരാവകാശത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അതേപോലെ തന്നെ അനാഥകളുടെ സ്വത്ത് അത് സംരക്ഷിച്ച് അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അതും അവർ ബുദ്ധിപരമായ പക്വത എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതിൻ്റെ ഇസ്ലാമികമായ മര്യാദകളും ആദാബുകളുമൊക്കെയാണ് സവിസ്തരം നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായി അനന്തര സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഹാജരാകുന്ന അടുത്ത ബന്ധുക്കൾ, അനാഥകൾ, പാവങ്ങളായ ആളുകൾ, അവർക്ക് അതിൽ നിന്ന് എന്ത് വിഹിതമാണ് കൊടുക്കേണ്ടത് എന്നും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്ന, ഉത്ബോധിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതാണ്. ഈ സമ്പത്തിൻ്റെയും സ്വത്തിൻ്റെയും കാര്യത്തിൽ വരുമ്പോഴാണ് ശരിക്ക് മനുഷ്യൻ്റെ ഒരു യഥാർത്ഥ പ്രകൃതി അറിയുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഭക്തിയും നമ്മുടെ സൂക്ഷ്മതയും അള്ളാഹിനെക്കുറിച്ചുള്ള പേടിയും പരലോക ചിന്തയും ബോധവുമൊക്കെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്താണ് ഏറ്റവും കൂടുതൽ അത് പ്രതിഫലിച്ചു കാണേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത് വലിയഖ്ഷ, ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന്. അല്ലദീന, ഒരു വിഭാഗം ആളുകൾ.
എങ്ങനെയുള്ള ആളുകളാണവർ? ആരാണ് പേടിക്കേണ്ടത്? ലൗ തറകൂ മിൻ ഖൽഫിഹിം, തങ്ങളുടെ പിന്നിൽ അവർ വിട്ടേച്ചു പോകുന്നു, ഒഴിവാക്കി പോകുന്നു. ദുർരിയത്തൻ ലിആഫൻ, ദുർബലരായ സന്താനങ്ങളെ. ദുർരിയ എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ. ലിആഫ്, ലഈഫിൻ്റെ ബഹുവചന രൂപമാണെന്ത്? ലിആഫ് എന്നുള്ളത്. അപ്പോൾ തങ്ങളുടെ മരണശേഷം തങ്ങൾക്ക് പിന്നാലെ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോകുന്ന ആളുകൾ ഖാഫു അലൈഹിം, അങ്ങനെയുള്ള മക്കളെക്കുറിച്ച് അവരുടെ ഗതി എന്താകുമെന്ന് അവർ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ശേഷം ദുർബലരായ മക്കൾ, തനിക്ക് ശേഷം എന്തവർക്ക് സംഭവിക്കും, അവരുടെ ഗതി എന്താകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ പേടിക്കണം. ആരെയും കൂടി പേടിക്കണം? ഇതേപോലെയുള്ള തങ്ങൾ വളർത്തുന്ന, തങ്ങളുടെ അധീനതയിലും സംരക്ഷണത്തിലുമുള്ള അനാഥ മക്കളെ, അവരുടെ കാര്യത്തിലും അവർ എന്ത് ചെയ്യണം? പേടിക്കണമെന്നാണ്. ഫല്യത്തഖുല്ലാഹ്, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ, മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും അവർ ഭയപ്പെടട്ടെ എന്ന് പറഞ്ഞു. വൽയഖ്ഷ, ഈ പേടി ആരെക്കുറിച്ചും കൂടി വേണം. സ്വന്തം മക്കളെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുന്നില്ലേ? അതേപോലെയുള്ള പേടി നിങ്ങൾ വളർത്തുന്ന, നിങ്ങൾക്ക് കീഴിലുള്ള, നിങ്ങളുടെ സംരക്ഷണത്തിന് തണലിലുള്ള മറ്റ് അനാഥകളായ മക്കളുടെ കാര്യത്തിലും നിങ്ങൾ ഭയപ്പെടണം, അള്ളാഹുവിനെ പേടിക്കുകയും വേണം. വൽയഖൂലു ഖൗലൻ സദീദാ, അവരോടും നിങ്ങൾ മാന്യമായ വാക്കുകൾ നിങ്ങൾ ഉരിയാടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ നല്ലവരാകണം, അവർ സമ്പന്നരാകണം, അവർക്ക് പ്രശ്നമൊന്നും ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. ആ കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയും തയ്യാറെടുപ്പും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്ന ആളുകൾ നിങ്ങളുടെ മക്കളെ പോലെ തന്നെ നിങ്ങൾ സംരക്ഷിക്കേണ്ടവരും ശ്രദ്ധ കൊടുക്കേണ്ടവരുമാണ്. നിങ്ങളുടെ അധീനതയിലുള്ള അനാഥകളായ മക്കൾ, അവരുടെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവഗണിക്കാൻ പാടില്ല എന്ന ഒരു വലിയ ശക്തമായ താക്കീത്, ഉപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. നോക്കൂ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ഖുർആനിൻ്റെ ആ ഉപദേശം അവസാനിക്കുന്നത് ഫല്യത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വാബോധമുള്ള ആളുകൾക്കാണ് ഇതിലൊക്കെ നീതിയോടുകൂടി ഇടപെടാനും പെരുമാറാനും കഴിയുകയുള്ളൂ. അപ്പോൾ തഖ്വ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവസാനിപ്പിക്കുന്നതോ വൽയഖൂലു ഖൗലൻ സദീദാ. അപ്പോൾ നമ്മുടെ സംസാരം അത് വളരെ ഇമ്പോർട്ടൻ്റായ സംഗതിയാണ്. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സംസാരങ്ങളെ കൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന, വ്രണപ്പെടുത്തുന്ന, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളിലൂടെ പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്ന തഖ്വയുടെ ഉപദേശങ്ങളുണ്ട് അല്ലേ? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആയത്തുകളായിരുന്നു തഖ്വ കൊണ്ട് ഉപദേശിക്കാൻ വേണ്ടി ഓതിയിരുന്നത്. ഒന്ന് സൂറ ആൽ ഇംറാനിലെ നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. അതേതാണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മറ്റൊന്ന് സൂറത്തു നിസായിലെ ആദ്യത്തെ ആയത്ത് നമ്മൾ ഈ പഠിച്ചില്ലേ? ഇതിലെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. 2 തവണ തഖ്വ അവിടെ ആവർത്തിച്ചു. മൂന്നാമത്തേത് സൂറത്തു അഹ്സാബിലെ അവസാന ഭാഗത്തുള്ള ആയത്താണ്. അതിൽ പറയുന്നത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. ഈ ആയത്തിൻ്റെ അവസാനമുള്ള വിശേഷണമാണ്. ഈ ആയത്തിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? ഖൗലൻ സദീദ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വഖൂലൂ ഖൗലൻ സദീദ, നേരെ ചൊവ്വേയുള്ള വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യണം. ഖുർആൻ ഖൗലിനെ വിശേഷിച്ചെടുപ്പിച്ചെടുത്ത് വേറൊരു സ്ഥലത്ത്
പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ അലൈഹി സ്വലാമിനോടും ഫിറഔനിൻ്റെ അരികിലേക്ക് കൊട്ടാരത്തിലേക്ക് ദഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞെടുത്ത് പറയുന്നതും ഇതേ ഖൗലുൻ ലയ്യിൻ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തുഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ എന്ന് പറയുന്നത് വളരെ മാർദ്ദവമായ, ഹ്രസ്വമായ, വശ്യമായ വാക്കുകൾ. അപ്പോൾ നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് എന്തൊക്കെ നമ്മൾ ആസ്വദിക്കും? ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വാദനം നമ്മുടെ മനസ്സിലേക്ക് എന്ത് കാര്യത്തിലാണ് വരിക? ഒരു സംഗീതം കേട്ടാൽ ഒരു സംഗീതം ആസ്വദിക്കും നമ്മളല്ലേ? അങ്ങനെ പലതും ആസ്വദിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിലാകണമെന്നാണ് ഖൗലുൻ സദീദ്, ഖൗലുൻ ലയ്യിൻ എന്നൊക്കെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഈ സംസാരത്തെക്കുറിച്ചുള്ള വിശേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എത്ര പ്രാവശ്യം ഇപ്പോൾ വന്നു നിങ്ങൾ നോക്കൂ അല്ലേ? രണ്ട് കാര്യം പ്രത്യേക ഇതിൽ ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ ജീവിതത്തിൽ അവൻ ശക്തമായി ചേർത്ത് വെക്കേണ്ട, ജീവിതത്തിൻ്റെ ചേരുവയായി അവൻ അടുപ്പിച്ച് നിർത്തേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മഅറൂഫും ഒന്ന് ഖൗലും സദീദും. അതിനെ നന്നാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ അത് നന്നാകും. നമ്മുടെ നന്മയുടെ ത്രാസിൽ കനം തൂങ്ങും. ഖുർആൻ്റെ ഓരോ ആയത്തുകളും അതിൻ്റെ പരിസമാപ്തി കൂടി വളരെ ശ്രദ്ധേയമായി നമ്മൾ ഉൾക്കൊള്ളണം, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അവിടെ അള്ളാഹു പറയുന്നത് അഹ്സാബിൽ പറഞ്ഞത് നോക്കൂ. നമുക്ക് ആവശ്യമുള്ള 2-3 ബെനിഫിറ്റുകൾ പഠിച്ചോന്ന് അവിടെ പറയുന്നുണ്ട്. തഖ്വ വേണം, പിന്നെ വഖൂലു ഖൗലൻ സദീദ. നിങ്ങളുടെ വാക്കുകളും സംസാരങ്ങളും നിങ്ങൾ നന്നാക്കുകയാണെങ്കിൽ അള്ളാഹ് ഒന്നാമത് പറയുന്നത് യുസ്ലിഹ ലക്കും അഅമാലക്കും. നിങ്ങളുടെ അമലുകൾ ആര് നന്നാക്കി തരും? ആര് നന്നാക്കി തരും? അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അമല് നന്നാക്കി തരും. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നിസ്കാരം നന്നാക്കാൻ നോക്കൂലേ അല്ലേ? എന്ത് അമല് ചെയ്യുകയാണെങ്കിലും അത് നന്നാക്കാൻ നമ്മളുടെ ഒരു ശ്രദ്ധ ഉണ്ടാകുമല്ലോ. പക്ഷെ അള്ളാഹ് അത് നന്നാക്കി തരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ ദൈവികമായ, അദൃശ്യവും അഭൗമികവുമായ ഒരു ഇടപെടൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നടക്കും. 2 കാര്യം മതി. ഒന്നെന്താണ്? തഖ്വ. രണ്ടാമത്തതോ ഖൗലുൻ സദീദ്. ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി. നമ്മൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും ആ കാര്യത്തിൽ ഇനി നമ്മൾ നല്ല ട്രെയിനിങ്, നിരന്തരമായ ആത്മവിചിന്തനവും ആത്മവിമർശനവും നമ്മൾ നടത്തേണ്ട ഒരു സംഗതിയാണെന്ത്? നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും. അത് നന്നാക്കാനുള്ള നിരന്തരമായ ശ്രമം നമ്മൾ എന്ത് ചെയ്യണം? നടത്തിക്കൊണ്ടിരിക്കും. കണിശമായ, വളരെ കാർക്കശ്യത്തോടു കൂടിയുള്ള ആത്മവിമർശനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏർപ്പെടണം. ഞാൻ എങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു നോക്കി അവൻ്റെ മുന്നിലേക്ക്. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ ഇത് അനാഥകളുടെ കാര്യത്തിൽ പഠിച്ചോനെന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് നോക്കൂ, അവസാനമായി ഈ അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞ് അള്ളാഹു നിർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അടുത്ത ആയത്തിൽ അതാ പറയുന്നത്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ. തീർച്ചയായും അനാഥകളുടെ സമ്പത്ത് തിന്നുന്ന, ഭക്ഷിക്കുന്ന ആളുകളിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ യതീംഖാന കമ്മിറ്റിനെ നമ്മൾ മനസ്സിലേക്ക് വരിക അല്ലേ? അത് വല്ല ഓർഫനേജും നടത്തുന്ന ടീമിനെ പറ്റിയ പഠിച്ചോ ഈ പറയുന്നത്. നമ്മളെ കാര്യം മറന്നു പോവുകയാണ്. നമ്മുടെ ഏതെങ്കിലും ജ്യേഷ്ഠനോ അനിയനോ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ മക്കൾക്ക്, അനിയൻ്റെ മക്കൾക്ക് പിതൃതുല്യരായി വരേണ്ട ആളുകളാണ് ആര്? പിന്നെ ജീവിച്ചിരിക്കുന്ന ആ വല്യാപ്പാൻ്റെ ആൺമക്കളായ ആളുകൾ പിതൃതുല്യരായി വരേണ്ട ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതിയും അവർക്ക് കിട്ടേണ്ട സമ്പത്തിൻ്റെ അവസ്ഥയും വസിയത്തിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി സൂറ ബക്കറയിൽ പറഞ്ഞല്ലോ അല്ലേ? അത് പഠിച്ചോനെ നേരിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പഠിച്ചോനെ നേരിട്ട് തന്നെയാണ് പറഞ്ഞുകൂടെ. എന്നിട്ട് അതുകൊണ്ടാണ് വസിയത്ത് ചെയ്യാതിരിക്കുക. ഒരാൾ ആക്സിഡൻ്റലി ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ സന്ദർഭത്തിൽ ഒരു അപകടം സംഭവിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കാറ്. ഒരു അപകടത്തിൽ ഒരു മകനും മരിക്കുന്നു, ഒരു പിതാവും മരിക്കുന്നു.
ഒരു മകനും മരിക്കുന്നു, ഒരു പിതാവും മരിക്കുന്നു. സ്വാഭാവികമായും ആ വല്യാപ്പ ആർക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടാവില്ല? ആർക്ക് വേണ്ടി വസിയത്ത് ഉണ്ടാവില്ല? ഈ മരണപ്പെട്ട മകൻ്റെ മക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യാൻ അവസരമുണ്ടോ? 2 മരണം ഒരുമിച്ച് നടക്കുന്നത്. ഈ അനന്തര സ്വത്ത് പിന്നെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈ ബ്രദേഴ്സാണ്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ബാപ്പാൻ്റെ വസിയത്തില്ലല്ലോ, അപ്പോൾ വസിയത്ത് വെച്ച് ചെയ്തിട്ടുണ്ടോ? അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഈ ബ്രദറിൻ്റെ മക്കൾക്ക് ബാപ്പാൻ്റെ സ്വത്തിൽ എന്തില്ല? അവകാശമല്ലല്ലോ, പേരക്കുട്ടികൾക്ക് അവകാശമല്ലല്ലോ എന്ന് പറയുന്ന ഇത്ര കാരുണ്യമില്ലാത്ത വിധത്തിൽ സമ്പത്തിനെ സമീപിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിച്ച 2-3 ആയത്തിലാണ് എല്ലാ മനുഷ്യന്മാർക്കുള്ള ഓഹരി പറഞ്ഞിട്ട് 3 ആയത്തുകൊണ്ട് പഠിച്ചോൻ വീതം വെച്ചു. മനുഷ്യന്മാരായ നമ്മൾ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു 300 കാര്യങ്ങൾ പറഞ്ഞാലും എന്ത് ചെയ്യൂല, നമ്മുടെ പ്രശ്നം പരിഹരിക്കൂല. അത് ശരിക്കും നീതിപൂർവം തീരുമാനിക്കാൻ കഴിയുകയും ചെയ്യാത്തൊരവസ്ഥയാണ്. അവിടെയാണ് ഫല്യത്തഖുല്ലാ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന അള്ളാഹുവിൻ്റെ ഈ താക്കീത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ, അന്യായമായി, അകാരണമായി, അതിക്രമമായി അനാഥകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്ന ആളുകൾ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവർ തിന്നുന്നത് ശരിക്കും തിന്ന് വായ് കൊണ്ടല്ലേ? നമ്മൾ തിന്നുന്നത് എന്തുകൊണ്ടാണ്? വായ് കൊണ്ടാണ്. തിന്നാൽ പിന്നെ എത്തുന്നത് എവിടെയാണ്? അത് വയറ്റ്. അത് അല്ലാഹ് ഇവിടെ പറഞ്ഞു, ബുതൂനിഹിം യഅ്കുലൂന ഫീ ബുതൂനിഹിം. നോക്കൂ, അങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവർ അവരുടെ വയറുകളിലേക്ക് തിന്ന് നിറക്കുന്നത് എന്താണ്? നരക തീയാണ് അവർ തിന്നുന്നത്, തീയാണ്. വസയസ്ലൗന സഈറാ, തീർച്ചയായും അതിന് ശേഷം അവർ മരണാനന്തരം കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നതാണ്. അദാബുന്നാർ, അതാണ് അവർക്ക് ലഭിക്കാനുള്ളത്. ഇനി ഓരോ ആളുകൾക്കും കിട്ടുന്ന വിഹിതമാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നില്ല ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളിട്ടോ ഓരോരുത്തരും. അനന്തര സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വീതമൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ ഈ ആയത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി വേണം. ഖുർആനിൻ്റെ ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ആർക്കിടയിലില്ല? അറബികൾക്ക് പരിചയമില്ല. ഇനി മുസ്ലിം ഉമ്മത്തിൽ അന്ന് വരെ ജീവിച്ച ആളുകൾക്കും പരിചയമില്ല. അപ്പോൾ അനന്തരാവകാശത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. യൂസികുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. ഔസാ യൂസി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായ ഉപദേശം നൽകുന്നു, വസിയത്ത് നൽകുന്നു. യൂസികുമുല്ലാഹു ഫീ ഔലാദിക്കും, ഇവിടെ ഔലാദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ കാര്യം മാത്രമല്ല. വലത് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെട്ടു? സന്താനെ ആണും പെണ്ണും ആയിട്ട് വരുന്നതൊക്കെ എന്ത് പെട്ടു? വലതിൽ പെട്ടു. അത് അതിൻ്റെ പ്ലൂറലായിക്കൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഔലാദ്. അപ്പോൾ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതാ വസിയത്ത് നൽകുന്നു, നിർദ്ദേശം നൽകുന്നു. ലിസ്സകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. നോക്കൂ, നിങ്ങൾ ഇവിടെ പറയുന്നത് ആരുടെ ഓഹരി അല്ലാഹ് പറയുന്നത്? ഇവിടെ ഈ ആയത്തിൽ ആരുടെ ഓഹരിയെ പറയുന്നത്? സ്ത്രീകളുടെ ഓഹരിയെ പറയുന്നത്. അപ്പോൾ സ്ത്രീകളെയാണ് പരിഗണിക്കുന്നതിൽ. കാരണം ഇസ്ലാമിൽ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്തോ അവരുടെ സമൂഹത്തിലോ സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ല. ആ സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. മാത്രമല്ല, സ്ത്രീകളുടെ ഇത്ര ഓഹരിയാണ് ആർക്ക് കൊടുക്കേണ്ടത്? പുരുഷന്മാർക്ക് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ആരെ ഓഹരിയെക്കുറിച്ച് അല്ല പറയുന്നത്? സ്ത്രീകളുടെ ഓഹരിയെക്കുറിച്ചാണ് പറഞ്ഞത്. 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന്. അപ്പോൾ ഓരി വെക്കുമ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടത്? പെണ്ണോരിയാണ് വെക്കുക, പെണ്ണുങ്ങൾ ഓരിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇരട്ടിയായിട്ടാണ് വെക്കേണ്ടത്.
എന്നിട്ട് രണ്ടും ഒരു പുരുഷന്. അതാണ് ഖുർആൻ ഈ പറയുന്നത്, ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈൻ. അപ്പോൾ ആണിന് 2 പെണ്ണിൻ്റെ ഇതിന് തുല്യമായ ഓഹരിയാകുന്നു നൽകേണ്ടത്. ഹല്ല് എന്ന് പറഞ്ഞാൽ ഓഹരി. ഇതിൽ ഹല്ല് നസീബ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓഹരി എന്നർത്ഥത്തിലാണ് പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഔലാദ് എന്ന് പറഞ്ഞത് മൊത്തത്തിൽ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ അനന്തര സ്വത്ത് കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അനന്തരം എടുക്കാത്ത ആൾക്കാർ. ഒരു പിതാവിൻ്റെ തന്നെ മകൻ ഇസ്ലാമിന് പുറത്താണെന്ന് വിചാരിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട് അല്ലേ? എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ മുസ്ലിം അല്ലാത്ത ഒരു മകന് ഒരിക്കലും, അല്ലെങ്കിൽ മക്കൾക്ക്, സന്താനങ്ങൾക്ക് മുസ്ലിമായ പിതാവിൻ്റെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാവുകയില്ല. അപ്പോൾ അനന്തരാവകാശത്തെ തടയുന്ന ഒരു കാര്യമാണെന്ത്? അന്യമതത്തിൽ പെട്ടവനാവുക എന്നുള്ളത്. മുഅ്മിൻ തന്നെയാകണം എന്ന് പറഞ്ഞാൽ കാഫിർ ആകാൻ പാടില്ല. കാഫിർ ആയ ഒരാൾക്ക് എന്തില്ല? അനന്തര സ്വത്ത് ഇല്ല. രണ്ടാമത്തേത്, ഒരാൾ കൊലപാതകിയാണെങ്കിൽ, ഖാത്തിൽ, കേട്ടോ, സ്വന്തം ബാപ്പാനെ കൊന്ന ഒരാൾക്ക് പിന്നെ ആ ബാപ്പാൻ്റെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടോ? ഇല്ല. എന്തിനു വേണ്ടിയായിരിക്കും കൊല്ലണമെന്നോ? എന്തിനു വേണ്ടിയായിരിക്കും കൊല്ലുന്നത്? സ്വത്തിന് വേണ്ടി കൊല്ലുന്നത്. ഇസ്ലാം നിൽക്കവിടെ. കാരണം എന്താ? ഈ അനന്തര സ്വത്ത് പടച്ചോൻ കൊടുക്കുന്നത് എന്തിനാണ്? മനുഷ്യന്മാർ തമ്മിലുള്ള രക്തബന്ധത്തെയും കുടുംബ ബന്ധത്തെയും വൈവാഹിക ബന്ധത്തെയും സ്നേഹത്തിൻ്റെ കണ്ണികളാൽ വിളക്കി ചേർക്കപ്പെടാൻ വേണ്ടിയാണ് സ്വത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊലപാതകത്തോടു കൂടി എന്താ അവിടെ ചെയ്യുന്നത്? അത് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബന്ധം സ്ഥാപിക്കുക എന്ന ഈ സതുദ്ദേശത്തെ തന്നെ മുറിച്ച് കളയുന്ന ഒരാൾക്ക് എന്തില്ല? രണ്ടാമത്തെ അതാണ്. കൊലപാതകിയായ ഒരാൾക്ക് എന്തില്ല? സ്വത്തിന് അവകാശമില്ല. പിന്നെ മൂന്നാമത്തേത്, അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ നിലവിലില്ലാത്തൊരു സംഗതിയാണ്, അടിമകൾക്ക് എന്തില്ല? സ്വത്തവകാശമില്ല. കാരണം അടിമയുടെ തന്നെ വരുമാനം ആർക്കാണ് ചെല്ലുന്നത്? യജമാനന്മാരായ ആളുകൾക്കാണ് ചെല്ലുന്നത്. അവർക്കും സ്വത്തവകാശം ഇല്ല. പിന്നെ നാലാമതായി എന്ന് പറഞ്ഞാൽ അത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്തിന് ആരും അനന്തരാവകാശികൾ ഇല്ല. മീറാസുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഇസ്തസ്നാ ബി ഹദീസിൻ നഹ്നു മആശറൽ അംബിയാ ലാ നൂറസ്. ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം അവരെന്ത് ചെയ്യുകയില്ല? അവരുടെ സ്വത്ത് അനന്തരമെടുക്കുന്ന സമ്പ്രദായം ഇല്ല. ഇതാണിപ്പോൾ അനന്തരാവകാശമില്ലാത്ത കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഫീ ഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഇത് അതിൽ നിന്ന് ഒഴിവാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ പറയുന്നത് നോക്കൂ, ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈൻ. അല്ലാഹ് ആരുടെ ഓഹരി പറഞ്ഞാണ് തുടങ്ങുന്നത്? ആണുങ്ങളെ ഓഹരിയില്ല ആദ്യം പറയുന്നതെന്ന് പറഞ്ഞ് ആരുടെ ഓഹരിയാണ് പറയുന്നത്? അപ്പോൾ നിങ്ങളുടെ സന്താനങ്ങൾ 2-ൽ കൂടുതൽ പെൺമക്കളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുടെ സ്വത്ത് ഓരിക്കണം കേട്ടോ. ജീവിച്ചിരിക്കെ ഇനി മക്കൾക്ക് സ്വത്ത് ഓരിക്കാൻ പറ്റൂ? ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ഇനി അവർക്കിടയിൽ അടിയും പിടിയും വഴക്കും വക്കാണും പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട എന്ന് കരുതി എല്ലാവരും സ്വത്ത് ഓരിച്ചു പോകും അല്ലേ? അങ്ങനെ സമ്പ്രദായം എന്തിലില്ല? ഇസ്ലാമിലില്ല. അങ്ങനെ മുഴുവൻ ഓരി വെച്ച കൊടുത്ത ആളുകൾ പിന്നെ ഈ വലിയ സമ്പത്തിൻ്റെ ഉടമകൾ അനാഥരായി ജീവിക്കേണ്ട ഈ പരിതാപകരമായ അവസ്ഥയൊന്നും ആരും സൃഷ്ടിക്കുന്നില്ല, ഇസ്ലാം സൃഷ്ടിക്കുന്നു. മനുഷ്യൻ ഇവിടെയൊക്കെ ഇടപെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹിൻ്റെ നിയമങ്ങൾ അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ കാര്യത്തിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവിടെയൊക്കെ നമ്മുടെ വകയായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും ഉണ്ടാകുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം അള്ളാഹ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നോക്കൂ, ഫൈൻ കുന്ന നിസാഅൻ, നിങ്ങളുടെ മക്കൾ അവർ സ്ത്രീകളാണ്. അത് എത്രയുണ്ട്? ഫൗഖ ഇസ്നതൈൻ, 2-ന് മുകളിലുണ്ട്. അപ്പോൾ 2 ഇവിടെ പറയുന്നില്ല. അപ്പോൾ 2-ന്റെ മുകളിൽ പറഞ്ഞാൽ 2-ഉം 2-ന്
മുകളിലും. ഫൗഖ സനത്തൈൻ, അങ്ങനെയാണെങ്കിൽ അവർക്ക് മരിച്ചുപോയ വ്യക്തിയുടെ സ്വത്തിൽ എത്രയുണ്ട്? ഫലഹുന്ന, അപ്പോൾ അവരുടെ ഓഹരി സുലുസാ മാ തറക്, ആ തെരിക്കത്തിൽ നിന്ന്, ആ സമ്പത്തിൽ നിന്ന് സുലുസ, 2/3. സുലുസുൻ 1/3. സുലുസ എന്ന് പറഞ്ഞാലോ സുലുസാനിയാണ്, സുലുസൈനി, അതിൻ്റെ നൂന് പോയതാണ്. സുലുസ 2/3 അപ്പോൾ 2 മക്കളാണെങ്കിൽ, 2 പെൺമക്കളാണെങ്കിലും എത്രയാണ് അവിടെ കൊടുക്കേണ്ടത്? സുലുസനി 2/3 കൊടുക്കണം. 2 പെൺമക്കളുള്ളൂവെങ്കിൽ 2ൽ കൂടുതൽ പെൺമക്കളുമാണ് ഉള്ളതെങ്കിൽ, ആദ്യം അള്ളാഹു മക്കളുടെ ഓഹരിയാണ് പറയുന്നത്. ഓഹരിയുടെ കാര്യം പറഞ്ഞു തുടങ്ങുന്നത് ആരുതാണ്? പെൺമക്കളതാണ്. മക്കളതാണ്, അതും പെൺമക്കളതാണ് പറഞ്ഞു തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 പെൺമക്കൾക്ക് ഇപ്രകാരം 2/3 ഓഹരി വെച്ച് നൽകിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ തെളിവ്. ഖുർആനിലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട? ഇനി ബേജാറാകേണ്ടതില്ല. അതിൽ ചില ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടതാണ്. ചില മദ്ഹബിൻ്റെ ആളുകൾ ഇങ്ങനെ പറയും പകുതി, നിസ്ഫ്. അപ്പോൾ അവർക്ക് നിസ്ഫ്, ഒരു കുട്ടിയാണെങ്കിൽ പകുതിയല്ലേ, ഒരു പെൺകുട്ടിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ബാപ്പാൻ്റെ സ്വത്തിൻ്റെ എത്ര കൊടുക്കണം? പകുതി കൊടുക്കണം. വരുന്നുണ്ട്, പകുതി കൊടുക്കണം. അവർ 2 ആണെങ്കിലോ പകുതി തന്നെ കൊടുത്താൽ മതി എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. അവിടെയാണ് എന്ത്? 3/2. പകുതിയോ 3/2 കൂടുതൽ? വേഗം പറയും, വലിയ വലിയ ബിസിനസ്സുകാരായിരിക്കണം. 3/2 1/2 എങ്ങനെ കൂടുതലാകുക? 9 ആണെന്ന് വിചാരിക്കുക. 9ൻ്റെ പകുതി എത്രയാണ്? 4.5. 9ൻ്റെ 3/2 എത്രയാ? അപ്പോൾ ഏതാ കൂടുതൽ? എന്താ അപ്പോൾ ഓരിക്കാൻ പറ്റും, വല്ല കണക്ക് പഠിച്ചു വരണം കേട്ടോ. അതിൻ്റെ പകുതി കൊടുക്കണം കേട്ടോ. 2 കൂടുതലും ആകുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, വൈൻകാനത്ത്, ഇനി അതാ അടുത്ത് പറയുന്നു, വൈൻകാനത്ത് വാഹിദത്തൻ, പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഫൈൻകാനത്ത് വാഹിദത്തൻ ഫലഹൻ നിസ്ഫു, ഒരു പെൺകുട്ടിക്ക് ബാപ്പാൻ്റെ സ്വത്തിൻ്റെ പകുതിയും ആ കുട്ടിക്കാണ്. മറ്റുള്ളതോ മറ്റാരാണോ പിന്നെ അനന്തരാവകാശികൾ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് അത് നീക്കി വെക്കേണ്ടത്. ഇനി ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഒരു പെൺകുട്ടിൻ്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു പെൺകുട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. പെൺകുട്ടിയാണെങ്കിൽ എത്രയുണ്ട്? പകുതിയുണ്ട്. ഒരു ആൺകുട്ടി മാത്രമുണ്ട്, എത്ര നിങ്ങൾ പറയും? അപ്പം മുഴുവൻ സ്വത്തിനും അവകാശി ആ ആൺകുട്ടിയാണ്. കാരണം പെണ്ണിൻ്റെ ഇരട്ടി. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ആണിന് 2 പെണ്ണിൻ്റെ ഓഹരി. അതിൽ പിന്നെ വേറെ ആർക്കും അത് പോകില്ല. ഒരു മകൻ മാത്രം ഉണ്ടെങ്കിൽ ആ മകന് മാത്രമായിരിക്കും ബാപ്പാൻ്റെ സ്വത്ത്. പെൺമക്കൾ മാത്രമാണെങ്കിലോ 3/2 കേട്ടോ. ഒരു മോളാണെങ്കിൽ പകുതി പോരും. 2ൽ കൂടുതലോ പെൺമക്കളാണെങ്കിലോ ബാപ്പാൻ്റെ സ്വത്തിൻ്റെ 3/2 ആ പെൺകുട്ടികൾ അവകാശികളായിരിക്കും. അത് എത്ര ഉണ്ടെങ്കിലോ അവർ തുല്യമായി അതിൽ വീതം വെച്ചെടുക്കണം എന്നാണ്. ബാക്കിയുള്ളത് പിന്നെ സഹോദരന്മാർ ബ്രദേഴ്സിന് പോകും. അപ്പോൾ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2ൽ കൂടുതൽ പെൺകുട്ടികളെ നൽകിയിട്ടുണ്ട് എങ്കിൽ, ആൺകുട്ടികളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, അള്ളാഹു തീരുമാനിക്കുന്നത് അവൻ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും കേട്ടോ. അപ്പോൾ പല കോടീശ്വരന്മാർക്കും അങ്ങനെ പെൺകുട്ടികൾ മാത്രമുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അള്ളാഹ് തീരുമാനിച്ച എന്താണ്? ഇവൻ്റെ സ്വത്തിൻ്റെ വിഹിതം ആർക്കും കൂടി പോകണം, അവൻ്റെ ബ്രദേഴ്സിനും കൂടി പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടാണ് അവരെ വെറും പെൺകുട്ടികളെ കൊടുത്തത്. ഇതിന് അള്ളാഹുവിൻ്റെ കൺട്രോളും അവൻ്റെ പ്ലാനിങ്ങും അവൻ്റെ എഡിറ്റിങ്ങും നടക്കുന്നുണ്ട്. നമ്മളെ വക വേറെ എഡിറ്റ് ചെയ്യാൻ പാടില്ല. അതിനാണ് തെക്ക് പറയുന്നത്, പരലോകം പറയുന്നത്, നരകം പറയുന്നത്. പഠിച്ചോൻ ദുനിയാവി സ്വത്ത് ഒരുക്കുമ്പോൾ നിങ്ങളെ വക വേറെ എഡിറ്റിങ് നടത്താൻ പാടില്ല. അതെ, ബ്രദേഴ്സ് ഇല്ലെങ്കിൽ മക്കൾക്ക് ഒക്കെ വരും. ഇതിൽ ബ്രദേഴ്സ് ഇല്ലെങ്കിലോ മക്കൾക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാന്നോ, അപ്പോൾ എൻ്റെ സ്വത്ത് എൻ്റെ മക്കൾക്ക് മാത്രം ആകാൻ വേണ്ടി അവരെ പേരിലുണ്ട് എഴുതി വെക്കും.
അവരുടെ പേരിൽ എഴുതി വെക്കുക. മക്കളുടെ പേരിൽ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് എഴുതി വെക്കുക. എന്തിനു വേണ്ടിയാണെന്നോ? പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടപ്പിറപ്പുകളായ എൻ്റെ സഹ ഉദരന്മാരായ ആളുകൾക്ക് എൻ്റെ സ്വത്ത് കിട്ടരുത് എന്ന് ആര് തീരുമാനിക്കുന്നു? ഇയാൾ തീരുമാനിക്കുന്നു. പഠിച്ചോൻ എന്താ തീരുമാനിച്ചത്? അത് അവർക്ക് കൊടുക്കണം. അതിനു വേണ്ടിയാണ് പെൺകുട്ടികളെ കൊടുത്തത്. ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പഠിച്ചോൻ കൊടുക്കുമ്പോൾ ഈ നല്ലവണ്ണം സ്വത്തുള്ള ആൾക്കാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കുറച്ചുള്ളവരും അവിടെയുണ്ട് അടിയും പിടിയൊക്കെ. ഇല്ലേ, അങ്ങനെ എഴുതി വെക്കുക. എങ്ങനെ? മരിച്ച ആളെ സ്വത്താണ് ഒരുക്കേണ്ടത്. മരിച്ച ആളുടെ കടം ഇതിൽ നിന്നാണ്. ഓരോ ഓഹരിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം പഠിച്ചാൻ പറയുന്നത് വസിയത്ത് കഴിച്ച്, അതേപോലെ തന്നെ കടം കഴിച്ച്. കടമൊക്കെ ഇതിൽ നിന്നാണ്, അനന്തര സ്വത്ത് നിന്നാണ് വിട്ടേണ്ടത്. വസിയത്തൊക്കെ ഇതിൽ നിന്നാണ് വിട്ടേണ്ടത്. ഏത്? അവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നുള്ള വസിയത്തോ? അങ്ങനെ പാടില്ല. വസിയത്ത് ചെയ്യുമ്പോൾ ഷർത്തുണ്ട്. ഇത് മനസ്സിലാക്കി വരിക. എന്നിട്ട് പറയും വസിയത്ത് ചെയ്യുമ്പം സ്വത്തിൻ്റെ എത്രയാ വസിയത്ത് ചെയ്യേണ്ടത്? ഡബര് പറയും 1/3 വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരാളുടെ എനിക്ക് വസിയത്ത് ചെയ്യണമെങ്കിൽ എൻ്റെ ആകെ സ്വത്തിൻ്റെ 1/3 വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 2 ഭാഗമുണ്ട്. അതാ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ അനന്തരാവകാശികൾ ദുരിയത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ദുർബലരായ അനന്തരാവകാശികളായി മാറുമെന്ന് പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണില്ലേ? അതേപോലെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് വസിയത്ത് ചെയ്ത ആളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കളെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന യാചകന്മാരായി വിടുന്നതിനേക്കാൾ അവരെ കുറച്ചും കൂടി ധന്യരാക്കി അവശേഷിപ്പിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? പെൺകുട്ടികളെ ഓരെയാണ് ആദ്യം പഠിച്ചോൻ പറഞ്ഞു കൊണ്ടുവന്നത്. സ്ത്രീകളുടെ കാര്യത്തിനാണ് അള്ളാഹു പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഈ ആയത്തിലൂടെ വന്നു അല്ലേ? ഇതിൻ്റെ അവതരണത്തിലൂടെ ഓഹരി പറയുന്നിടത്ത് വരെ പഠിച്ചോൻ ആരുടെ ഓഹരിയാണ് പറയുന്നത്? സ്ത്രീകളുടെ ഓഹരിയാണ് പറയുന്നത്. അവർക്ക് ഈ ഓഹരി കിട്ടിയാൽ അത് വാങ്ങി വച്ചാൽ മതി, അതിന് വല്ലതും ചിലവാക്കണോ? അതുകൊണ്ട് പറയണം, ഇസ്ലാമിൽ ഒരു പുരുഷനാണ് സമ്പത്ത് ചിലവാക്കാനുള്ള എല്ലാ ബാധ്യത ഹക്കാണ്, പുരുഷൻ്റെ ഹക്കാണ്. അവൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് മുഴുവൻ ബാധ്യത പുരുഷൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ ചിലവഴിക്കേണ്ട. സ്ത്രീകളിൽ നിന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വാങ്ങാൻ പാടില്ല. അവർ നല്ല നിലക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ശമ്പളം വാങ്ങുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണമെന്ന് പറയുന്ന പുരുഷന്മാർ കരുതേണ്ടതാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയായിരിക്കും, അവർക്ക് ശമ്പളം ഉണ്ടാകും, അവർക്ക് ശമ്പളം ഉണ്ടാവില്ലേ? അവർ ഈ വീട്ടിൻ്റെ ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് പുറത്ത് ജോലി വേണം, അതിൻ്റെ ശമ്പളം അതിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ഇസ്ലാമല്ല. അതിൻ്റെ പേരിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതൊക്കെ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. വഖഫ് ചെയ്യുക, അത് വഖഫിനാണ് ഇപ്പോൾ ഈ വസിയത്ത് ഉണ്ടാകുക. വഖഫേ ഇപ്പം നമ്മളിപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുൻഗാമികളായ ഉദാരമതികളായ നമ്മുടെ ആളുകൾ വഖഫ് ചെയ്തിട്ടുള്ള സ്വത്തിൻ്റെ കാര്യങ്ങളാണ് വഖഫ് ചെയ്യുന്നത്. അതെല്ലാം വഖഫ് ആണെങ്കിലും വസിയത്താണെങ്കിലും, വഖഫിന് ചിലപ്പോൾ വസിയത്ത് രണ്ടും ഒരു സംഗതി തന്നെയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം നീക്കി വെക്കുകയാണ്. ഇപ്പോൾ കെയർ ഹോമിന് എൻ്റെ പറമ്പിൻ്റെ ഒരു 2 ഏക്കർ ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് നീക്കി വെക്കുകയാണ്. അതൊരു വസിയത്തായി രേഖപ്പെടുത്തുകയാണെങ്കിൽ മരണാനന്തരം അതെന്ത് ചെയ്യണം? കൊടുക്കണം. അത് എത്രയേ പാടുള്ളൂ? അതെ, 1/3. 6 ഏക്കർ ഉള്ളവർക്ക് 2 ഏക്കർ, അതിലധികം പാടില്ല. മറ്റാർക്കാണ്? അനന്തരാവകാശികൾക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്താ വഖഫും വസിയത്തും തമ്മിൽ എന്താ വ്യത്യാസം? കൺഫ്യൂഷൻ ഉണ്ടായത്? ഒന്ന് വഖഫ്. അപ്പോൾ അനന്തരാവകാശികൾക്കോ? അത് പാടില്ല. ശേഷ് ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇത് ശ്രദ്ധിക്ക്. ഇവിടെ അങ്ങനെ രീതി ഉണ്ടോ? അതായത് ഒരു തറവാടും സമ്പത്ത് മുഴുവൻ വഖഫ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതി ഉണ്ടോ?
ഇല്ല, അങ്ങനെ പാടില്ല. കാരണം ഇങ്ങനെ വസിയത്ത് ചെയ്യും, അതിപ്പോൾ വസിയത്താണെങ്കിലും ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അനന്തരാവകാശികൾക്ക് സ്വത്ത് ലഭിക്കാത്ത വിധം മുഴുവനായി വഖഫ് ചെയ്യുന്ന രീതി ഇല്ല. അവകാശികളില്ല എങ്കിലോ സ്വത്ത് ആർക്കും വേണ്ടാത്ത അവസ്ഥ വരുമോ? അങ്ങനെ വരുമോ ഇവിടെ? എന്നാ കോഴിക്കോട്ടുകാരുടെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതം. സ്വത്ത് വേണ്ട, പള്ളിക്ക് വഖഫ് ചെയ്യുകയാണെങ്കിലും എന്തിനു വഖഫ് ചെയ്യുകയാണെങ്കിലും വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ വേണ്ടി ഈ സ്വത്തിനെ എന്ത് ചെയ്യാണ്? മാറ്റിവെക്കുകയാണ്. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പിന്നെ സ്വത്തായി അത്. വഖഫ് അതായത് ഒരാൾ വഖഫ് ചെയ്തു എന്ന് വിചാരിക്കുക, പിന്നെയാണ് അറിഞ്ഞത് മുഴുവൻ വഖഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ 1/3 കഴിച്ച് ബാക്കിയുള്ള ഇത് അനന്തരാവകാശികൾക്ക് എന്ത് ചെയ്യുക? ഒരുക്കുക. ഇസ്ലാമിൻ്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു പിന്നെ വസിയത്തോ സംഗതി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതില്ല എന്നാണ്. മനസ്സിലായില്ലേ? ആ ബാപ്പാൻ്റെ വസിയത്തല്ലേ സ്വത്ത് മുഴുവൻ കൊടുക്കണമെന്ന് നമ്മൾ കുറച്ച് ഇടങ്ങേറായാലും അല്ല. അങ്ങനെ ഇടങ്ങേറാക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു വസിയത്ത് ബാപ്പ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. എൻ്റെ കാലശേഷം എൻ്റെ സ്വത്ത് മുഴുവൻ ഇന്ന സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം എന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഇല്ല. അങ്ങനെയുള്ള വസിയത്ത് 1/3 അങ്ങനെയാണെങ്കിൽ ആ സ്വത്തിൽ നിന്ന് നീക്കി വെക്കാമെന്നല്ലാതെ അനന്തരാവകാശികൾക്ക് സ്വത്തില്ലാത്തൊരു സംഗതി നടപ്പിലാക്കേണ്ടതില്ല. അത് നിയമപരമായി നമ്മൾ അന്വേഷിക്കേണ്ട സംഗതിയാണ്. അതെ. ഇസ്ലാമിക നിയമപ്രകാരം, ഇസ്ലാമിക ശരീഅത്തിന് ഇപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഏത് ഇനി ഉണ്ടാകുമോ നമുക്കറിയില്ല. ഏക സിവിൽ കോഡൊക്കെ വരുമ്പോൾ ഇനി വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. നിയമപരമായി എന്തില്ല, ഇതിന് തടസ്സമില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരാൾ ഇന്ത്യൻ നിയമപ്രകാരം ഇപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യുകയാണ് എങ്കിൽ, രജിസ്റ്റർ വിവാഹം ചെയ്താൽ ഇന്ത്യൻ നിയമപ്രകാരം പിന്നെ എന്തായി? ഒരാൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഇസ്ലാമിക നിയമപ്രകാരമല്ലാതെ സ്വത്ത് ഓരി വച്ചാൽ ഇവിടെയുള്ള ഇന്ത്യൻ കോടതിയിൽ ഇന്ത്യൻ നിയമപ്രകാരം അയാളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ അല്ല, പറയുമ്പോൾ മുഴുവൻ പറയാം കേട്ടോ. ഏത് വാപ്പ മരിച്ചു, പെൺമക്കളാണുള്ളത്. എത്ര പെൺമക്കൾ? 2 അല്ലെ ആൺകുട്ടികളുണ്ടെങ്കിലും ഏതായാലും അല്ല ഇല്ല. അപ്പോൾ വാപ്പ പറയുന്ന പോലെയായി പിന്നെന്ത് സ്വത്തവകാശം. ഇത് പഠിച്ചോൻ പറഞ്ഞല്ലേ പറയുന്നത്? പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞു തീരട്ടെ എന്നാ ചോദിക്കും. ഇവിടെ അതായത് ഒരാളെ കല്യാണം കഴിച്ചു, പള്ളി കമ്മിറ്റിൻ്റെ ഒക്കെ അനുവാദത്തോടു കൂടി, പിന്നെ ഇസ്ലാമിൻ്റെ ശറഈയായ നിയമപ്രകാരം ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് സ്വത്തിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ അയാൾക്ക് ഇസ്ലാമിക നിയമത്തിൽ നിന്ന്, ഇസ്ലാമിക നിയമത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്ത് ചാടാൻ അയാൾ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിച്ച് കുടുംബം ജീവിതം നയിച്ച് മക്കളൊക്കെ ഉണ്ടായി ഇനി ഇവരുടെ സ്വത്തിൻ്റെ കാര്യം ആലോചിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഇയാൾ പിന്നെ പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി ആ 10-40 കൊല്ലം കുടുംബജീവിതം നയിച്ച് അവർ ഒരു വിവാഹം കഴിക്കുന്നു. ഏത് വിവാഹം? രജിസ്റ്റർ വിവാഹം. ഏത് നിയമപ്രകാരം? ഇന്ത്യൻ നിയമപ്രകാരം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തില്ല? പിന്നെ ഈ ബാപ്പ തീരുമാനിക്കണ മാതിരി ഇവിടെ സ്വത്ത് ഓരി വെച്ചാൽ നമ്മുടെ പിന്നെ കോടതികളിൽ അതിനെ ചോദ്യം ചെയ്യാൻ വകുപ്പില്ല. ഇവിടെ നടക്കേണ്ട കേസുണ്ട്. ഇന്നലെ മിനിയാന്നല്ല, ഇതിൻ്റെ മുമ്പൊക്കെ ഇതേപോലെ ഇതൊക്കെ ഈ ഉമ്മത്തിനാണ് നടക്കുന്നത്. നോക്കി നിങ്ങൾ ആ സ്ത്രീ ഡൈവോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിക്കേണ്ടത്
അതെ അതെ. അവൻ നോക്കി നിലവിൽ സ്വത്ത് പാട്ടിലാക്കാൻ വേണ്ടി അയാൾ വിചാരിച്ച മാതിരിയാക്കാൻ വേണ്ടി ഒരു പ്രശ്നമില്ലാത്ത ഈ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തതിന് ശേഷം രണ്ടാമതും പിന്നെ കല്യാണം കഴിച്ചു. അതായത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള വിവാഹം എന്ത് ചെയ്യുന്നു? ഡിസ്കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇന്ത്യൻ നിയമപ്രകാരമുള്ള വിവാഹം കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതെ അതെ അതെ. അപ്പോൾ നോക്കിയെങ്കിൽ ഇതാണ് മനുഷ്യന്മാരെ. എന്നിട്ട് ഇതൊക്കെ ഇത്ര കാലം ഇതൊക്കെ കെട്ടിപ്പിടിച്ച് നടക്കാൻ കഴിയും? ഈ സ്വത്ത് എത്രയാണ്? അള്ള കൊടുക്കുന്ന ശ്വാസോച്ഛ്വാസം അതെന്ന് തീരുന്നോ അന്ന് ഇതൊക്കെ തീർന്നു പോകുന്നില്ലേ? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പിന്നെ വെറുതെ മനുഷ്യന് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? ടെൻഷൻ ഉണ്ടായാലാണ് എല്ലാം കൂടുക. ഡിപ്രഷൻ അല്ലേ? അതുണ്ടായാലും എന്ത് ചെയ്യും? അത് ടെൻഷനില്ല ആൾക്കാർക്ക് ഷുഗർ കൂടുതലുണ്ടാകും, പ്രഷർ കൂടുതലുണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, യൂറിക് ആസിഡ് ഉണ്ടാകും. അയാളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, ക്രിയാറ്റിൻ ചെക്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ? എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വേറെ ഉള്ള ആളുകളോടുള്ള അസൂയ, അയാളുടെ ഈഗോ, കിബിർ, ഇതൊക്കെ ഉണ്ടാകുമ്പം ഇതൊക്കെ കൂടും. ഈ മുനാഫിക്കങ്ങളെ കുറിച്ച് പഠിച്ച സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ പേജിൽ തന്നെ പറയുന്നില്ലേ, ഫീ ഖുലൂബിഹിം മറദ്. അവിടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നാ? ഹൃദയങ്ങളിലുള്ള രോഗം എന്താ ഖുർആൻ പറയുന്നത്? ഒന്നാമത്തത് കുഫ്ർ, നിഫാഖ്, കിബിർ, ഹസദ്, ഗില്ല്. ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുള്ള രോഗമാണ്. അവിടെ ഹൃദയങ്ങളിൽ തന്നെ രോഗമുണ്ടായതുകൊണ്ട് ഫസാദഹുമുല്ലാഹു മറളാ, അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. ആ രോഗം ഏതാണ്? മനസ്സിൽ രോഗമുണ്ടായാൽ ശാരീരിക രോഗം വർദ്ധിക്കും. അപ്പോഴാണ് പ്രഷർ കൂടുന്നത്. ചൂടാണ് ആൾക്ക്, അപ്പോൾ അയാളെ പ്രഷർ ഒക്കെ ഉണ്ട്. എന്തുണ്ടാവും? കൂടൂലേ? വെറുതെ പറയരുത്, പറയാൻ പഠിച്ചോൻ ഖുർആനിൽ പറയുന്നതല്ലേ. വന്നാൽ പോകുക. നമ്മൾ പെൺകുട്ടികളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക, ഇനി ബാപ്പാൻ്റെ അടുത്ത് പോവുക. വഹിൻകാനത്ത് വാഹിദത്തൻ ഫലഹൻ നിസ്ഫു. ഒരു പെൺകുട്ടിയാണെങ്കിൽ പകുതി നമുക്ക് കൊടുക്കാം. അപ്പോൾ വലിയ അബവൈഹി, ഇനി അവിടെ ബാപ്പാൻ്റെ ഇമ്മാൻ്റെ ഓരെയാണ് പറയുന്നത് കേട്ടോ. വലിയ അബവൈഹി, അവരുടെ മാതാപിതാക്കൾ, ലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്, അവരിൽ ഓരോരുത്തർക്കും, അവർ 2 പേർക്കും എത്രയുണ്ട്? സ്വത്തിൻ്റെ സുദുസ് എന്ന് പറഞ്ഞ 1/6 ഇപ്പോൾ നോക്കി നിങ്ങൾ. സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, പിന്നെ തുല്യമായ ഒരു കൊടുത്തു. ആണിനും പെണ്ണിനും തുല്യ ഒരു. ഇവിടെ മാതാപിതാക്കളാണെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തുല്യ ഒരിയാണ് പഠിച്ചാൻ പറയുന്നത്. എവിടെയാണ് സ്ത്രീകൾ അവഗണിച്ചത്? ശരിക്കും ഇതിന് പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സ്ത്രീകളെ പഠിച്ചവൻ ഉയർത്തി 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 ദുനിയാവിൽ ഉയർത്തി ആഖിറത്തിൽ ഉയർത്തി. സ്ത്രീകളെ മാതിരി നിൽക്കണമെന്നുള്ളൂ കേട്ടോ. ഖദീജമാരാണ് അല്ലേ? നബി അദ്ദേഹം പറഞ്ഞില്ലേ, മാ മാത്തത്ത് ഖദീജത്തി, എൻ്റെ ഖദീജ മരിച്ചിട്ടില്ല. ഖദീജയായതുകൊണ്ട് നബി വേറൊരു കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഖദീജമാരാകാൻ നമ്മുടെ സഹോദരികൾക്ക് കഴിയണം എന്നുള്ളതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി. വലിയ അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, എല്ലാവർക്കും 1/6 കൊടുക്കാം. എന്തിൽ നിന്ന്? മിമ്മാ തറക്, മരിച്ചുപോയ വ്യക്തി ഉപേക്ഷിച്ച സ്വത്തിൽ നിന്ന്. തെറക്ക എന്ന് പറഞ്ഞാൽ ആ തെരിക്കത്തിൽ നിന്ന്. തെരിക്കത്ത് എന്താണ്? അനന്തര സ്വത്തിൽ നിന്ന്. അതെങ്ങനെയാകണം? 1/6. ഇൻകാന ലഹു വലതുൻ, ആ മയ്യത്തിന് സന്താനമുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 1/6. ആർക്ക്? മാതാപിതാക്കൾക്ക്. അപ്പോൾ പെൺമക്കളുടെ കാര്യം പറഞ്ഞു, അതിൽ ആൺകുട്ടികളത് ഉൾക്കൊള്ളിച്ചു. ഇനി മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു. അത് കുട്ടികളില്ല എങ്കിൽ, മരിച്ച മയ്യത്തിന് കുട്ടികളുണ്ടെങ്കിൽ അല്ലേ, ഇൻകാന ലഹു വലതുൻ, കുട്ടികൾ ഉണ്ട് എങ്കിൽ, ഫഇല്ലം യകുൻ ലഹു വലതുൻ, അടുത്തതാണ് കുട്ടികളില്ല എങ്കിൽ, വവരിസഹു അബവാഹു, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തൻ്റെ മാതാപിതാക്കൾ അനന്തരം എടുക്കുന്നുവെങ്കിൽ ഫലി ഉമ്മിഹി അസ്സുലുസു, അപ്പോൾ ഉമ്മാക്ക് എത്രയാണ്? ഉമ്മാക്ക് 1/3 കേട്ടോ. കുട്ടികളില്ലെങ്കിൽ
എത്രയാണ് വരുന്നത്? 3/1. കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് എത്ര വരുന്നത്? 6/1. കാരണം അവർക്കും വേണ്ടേ, മാതാപിതാക്കൾക്കും വേണം, ആ കുട്ടികൾക്കും അനന്തര സ്വത്ത് വേണമല്ലോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് കൂടുതലുണ്ടാകും. കുട്ടികളില്ലെങ്കിൽ 3/1 ഉണ്ടാകും. ഫലി ഉമ്മിഹി സുലുസു. ഇനി അങ്ങനെയാണ് എങ്കിൽ ബാപ്പാക്ക് ബാക്കി 3/2 ഉണ്ടാകും. എപ്പോഴും സ്ത്രീകളുടെ ഇരട്ടിയാണ് ആർക്ക് വരുന്നത്? പുരുഷന്മാർക്ക് വരുന്നത്. ഈ കുട്ടികളില്ലാത്ത കേസിൽ അവരെന്തായിരിക്കും? അവർക്ക് തുല്യമായ ഓഹരിയായിരിക്കും വരിക. ഇനി ഇതേ കേസിൽ തന്നെ ഫഇൻ കാന ലഹു ഇഖ്വതുൻ, അവർക്ക് സഹോദരങ്ങളുണ്ട് എങ്കിൽ ആ ഉമ്മാൻ്റെ 3/1 എത്രയാകും? ഫലി ഉമ്മിഹി സുദുസ്. അപ്പോൾ അത് എത്രയാകും? 3/1 എന്നുള്ളത് 6/1 ചുരുങ്ങും എന്നതാണ്. അപ്പോൾ സഹോദരങ്ങൾ ഉണ്ടായി എന്നതിനാലാണ് ഉമ്മാൻ്റെ ഓഹരി ചുരുങ്ങുന്നത്. സഹോദരില്ല എങ്കിലോ അത് സുലുസായിരിക്കും, 3/1 എന്നാണ്. ഇൻ കാന ലഹു ഇഖ്വത്തുൻ, അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതൊക്കെ ഈ സ്വത്തിൻ്റെ ഓഹരിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നിർണയിക്കേണ്ടത്? മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ, ആ മരിച്ച മയ്യത്ത് വസിയത്ത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വസിയത്ത് നീക്കി വച്ചതിന് ശേഷമാകണം. ഔ അല്ലെങ്കിൽ ദൈൻ, അദ്ദേഹത്തിനുള്ള കടവും നീക്കി വച്ചതിന് ശേഷമായിരിക്കണം. ആദ്യമായിട്ട് അതിൽ നിന്ന് വീട്ടേണ്ടത് ഏതാണ്? കടമാണ്. കടം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം ആസ്വദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരിച്ചാണ് പോയാൽ പിന്നെ വേറെ ലോകല്ലേ. ബർസഖിൽ അവർ ചെയ്ത കർമ്മങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രക്തസാക്ഷിയാണല്ലോ അല്ലേ. സ്വന്തം ജീവനും ജീവിതവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിദാനം ചെയ്ത ഒരു വ്യക്തിയുടെ അത്ര പവിത്രതയും ശ്രേഷ്ഠതയും മരണാനന്തര ജീവിതത്തിൽ വേറെ ആൾക്കും അള്ളാഹു കൊടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കിട്ടേണ്ട ആ മരണാനന്തര ജീവിതത്തിൻ്റെ സുഖവും ആ സൗഖ്യവും നൽകപ്പെടുന്നതിന് എന്ത് തടസ്സമാകുന്നു? അദ്ദേഹത്തിൻ്റെ കടബാധ്യത തടസ്സമാകും. വേഗം അതാ തീർക്കേണ്ടത്. മരിച്ച മയ്യത്തിൻ്റെ മുമ്പിലായിരിക്കും. ഈ മയ്യത്തിന് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ മൂത്ത മകൻ ഏറ്റെടുത്തിരിക്കുന്നു പറയും. അങ്ങനെ പ്രഖ്യാപനം മാത്രം പോരാ, പറഞ്ഞ് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ഇവർ ചർച്ച ചെയ്യേണ്ടത് എന്തായിരിക്കണം? ആ ദിവസം തന്നെ ബാപ്പാക്ക് എത്രയാണ് കടമുള്ളത്, കൊടുക്കാനുള്ള കടം. കിട്ടാനുള്ള കടം കിട്ടുമ്പോൾ വാങ്ങിയാൽ മതി. കാരണം കൊടുക്കാനുള്ള കടം, ബാപ്പ പോയി ഇവിടുന്ന്, ഇവരൊക്കെ പിന്നെയും ബെഡിൽ AC റൂമിൽ കിടക്കുകയാണ്, ബാപ്പ ഖബറിലാണ് കിടക്കുന്നത്. ആ മരിച്ചുപോയ ബാപ്പാൻ്റെയും ഇമ്മാൻ്റെയും ഖബർ ജീവിതം അത് സന്തോഷകരമാകണമെങ്കിൽ അവിടുത്തെ തണുപ്പ് ഇല്ലാതാകുന്ന റസൂൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ ചൂടാകും. ആ കിടക്കുന്നിടത്ത് ചൂടില്ലാതെ തണുപ്പനുഭവിച്ച് സുഖത്തോടു കൂടി അവർക്ക് കിടക്കണമെങ്കിൽ കടണ് വീട്ടണം എന്നാണ്. അതുകൊണ്ടാണ് ഈ അനന്തര സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ കടത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. കടബാധ്യതയൊന്നുമില്ലാതെ ഈ ലോകത്തുനിന്ന് മരിച്ചു പോകാൻ കഴിയാമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അനുഗ്രഹീതമായ മരണം. അള്ളാഹു വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, മാറാ രോഗങ്ങളും പകർച്ചവ്യാധികളൊന്നുമില്ലാതെ, കടബാധ്യതകളുമില്ലാതെ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തീന. അപ്പം അവിടെ ആലമുൽ അർവാഹിൽ മരിച്ചുപോയവരൊക്കെ സത്യവിശ്വാസികളാണെങ്കിൽ അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ആ കൂട്ടത്തിലേക്ക് ചെല്ലുക. അവിടെ 2 ടീമേ ഉള്ളൂ ആലമുൽ അർവാഹിൽ. ഒന്ന് നഫ്സുൻ ത്വയ്യിബ, ഒന്ന് നഫ്സുൻ ഖബീസ. പരിശുദ്ധാത്മാക്കളായ ഒരു വിഭാഗവും മ്ലേച്ഛാത്മാക്കളായ ഒരു വിഭാഗവും. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവരിലേക്ക് പ്രവേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഒരടിക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ആശ്വാസത്തോടു കൂടി അവിടെ ജീവിക്കാൻ കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ധാരാളം തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയിട്ടുണ്ട് തമ്പുരാനെ. നിൻ്റെ കാരുണ്യം കൊണ്ട്, ഫضل കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഉറ്റ സുഹൃത്തുക്കൾ, ഇഷ്ടജനങ്ങൾ, അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫയും ശമനവും നൽകി
അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.